ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ എമ്പുരാൻ എന്ന സിനിമയുടെ ടീസർ 24 മണിക്കൂറുകൾ യൂട്യൂബിൽ പിന്നിട്ടിരിക്കുകയാണല്ലോ. ലാലേട്ടിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ടീസർ ഞായറാഴ്ച കൊച്ചിയിൽ വെച്ചൊരു വമ്പൻ ലോഞ്ചോട് കൂടിയായിരുന്നുവല്ലോ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. സിനിമയുടെ ടീസർ ഇവന്റിൽ മാത്രമല്ല, യൂട്യൂബിൽ മാത്രമല്ല, ഒപ്പം തന്നെ തിയേറ്ററുകളിലടക്കം ആരാധകർക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. അങ്ങനെ മലയാള സിനിമ ഇൻഡസ്ട്രി കണ്ട ഏറ്റവും വലിയ ഇവന്റോട് കൂടി പുറത്തു വന്ന സിനിമയുടെ ടീസർ ഇതിനോടകം തന്നെ യൂട്യൂബിൽ വലിയ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. 24 മണിക്കൂറുകൾ കൊണ്ട് ലൈക്കിയുടെയും ഒപ്പം തന്നെ ആശീർവാദ സിനിമാസിന്റെയും യൂട്യൂബ് ചാനലുകളിൽ പ്രദർശിപ്പിച്ച പാൻ ഇന്ത്യൻ സിനിമയുടെ ടീസർ ഇതിനോടകം തന്നെ 63 ലക്ഷത്തിലധികം വ്യൂവേഴ്സ്, അതായത് 6 മില്യണിലധികം വ്യൂവേഴ്സാണ് യൂട്യൂബിൽ മാത്രം നേടിയെടുത്തിരിക്കുന്നത്. മലയാളത്തിലെ ഒരു ടീസറിന് 24 മണിക്കൂറിൽ ലഭ്യമാകുന്നതിൽ ഏറ്റവും ഉയർന്ന ലൈക്കുകൾ ലഭ്യമായ ഒരു ടീസർ കൂടിയായിട്ട് എമ്പുരാന്റെ ടീസർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 3,99,000, അതായത് 4 ലക്ഷത്തോളം ലൈക്കുകളാണ് 24 മണിക്കൂറുകൾക്കിടയിൽ L2 എമ്പുരാൻ ടീസർ നേടിയെടുത്തത്. അങ്ങനെ 2 ചാനലുകളിലായി പുറത്തു വന്ന എമ്പുരാന്റെ ടീസർ തന്നെ റെക്കോർഡ് ഇട്ട് തുടങ്ങിയിരിക്കുകയാണ്. ലാലേട്ടൻ സിനിമകൾ പൊതുവെ സോഷ്യൽ മീഡിയ റെക്കോർഡുകളല്ല കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്, മറിച്ച് ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ആണെന്ന് പ്രേക്ഷകർക്ക് അറിവുള്ളതാണ്. എന്നിട്ടും അതേ ലാലേട്ടൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി 2 മാസത്തോളം ബാക്കിയുള്ളപ്പോൾ ഇതിനോടൊപ്പം തന്നെ യൂട്യൂബ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ബോക്സ് ഓഫീസ് കത്തിക്കുന്നത് കാണുവാനായിട്ട്. ഇതിനിടയിൽ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനാണല്ലോ. മലയാള സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രൊമോഷൻ ചെയ്യാനായിട്ട് അറിവുള്ളൊരു നടനാണ്, ഒപ്പം തന്നെ സംവിധായകനാണ് പൃഥ്വിരാജ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ സിനിമയ്ക്കായിട്ട് പൃഥ്വിരാജ് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ പുറത്തു വരുന്ന ഇന്നത്തെ റിപ്പോർട്ട് എന്തെന്നാൽ എമ്പുരാന്റെ ഓൺലൈൻ അഭിമുഖങ്ങൾ ആരംഭിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരമാണ് വന്നിരിക്കുന്നത്. അഭിമുഖങ്ങൾ നൽകി തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ മലയാളി ചാനലുകൾക്കെല്ലാം, മറിച്ച് ഹിന്ദി ചാനലുകൾക്കാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ എമ്പുരാന്റെ ഓൺലൈൻ അഭിമുഖങ്ങൾ ആരംഭിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. കാത്തിരിക്കൂ പ്രൊമോഷൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക്, പാൻ ഇന്ത്യൻ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.